നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിജു രാമകൃഷ്ണൻ, നമുക്ക് ഡയറക്ടർ ആസ്പിരന്റ് എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ട്രിവാൻഡ്രം. ഇനി നമ്മൾ പ്രീവിയസ് എൻട്രൻസ് എക്സാമിനേഷൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് നീറ്റ്, JEE മെയിൻ, KEAM തുടങ്ങിയ എൻട്രൻസ് എക്സാമിനേഷൻസിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വളരെയധികം പ്രയോജനകരമാവും നമുക്ക് ഈ വീഡിയോസ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ ഓരോ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ KEAM 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Which one among the following nitrates does not give corresponding metallic oxide, nitrogen dioxide and oxygen on heating? ഇതിൽ ഏത് മെറ്റാലിക് നൈട്രേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴാണ് മെറ്റാലിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും നമുക്ക് ഓക്സിജനും കിട്ടാഞ്ഞത്? നമുക്ക് ഈ മെറ്റാലിക് നൈട്രേറ്റ്സിന്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതൊന്ന് മിക്കവാറും എൻട്രൻസിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം നമ്മുടെ സിലബസിലുള്ള NCERT-യിൽ നമുക്ക് പഠിക്കാനുള്ള നമുക്ക് ഡിഫറെൻറ്റ് മെറ്റാലിക് നൈട്രേറ്റ്സിന്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് നൈട്രേറ്റ്സിന്റെ തെർമൽ ഡീകമ്പോസിഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ആൽക്കലി മെറ്റൽസിന്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെയും നൈട്രേറ്റ്സിന്റെ ഡീകമ്പോസിഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പിലെയും രണ്ടാമത്തെ ഗ്രൂപ്പിലെയും എലമെന്റ്സിന്റെ നൈട്രേറ്റ്സിന്റെ തെർമൽ ഡീകമ്പോസിഷൻ. നമുക്ക് അതിൽ ഗ്രൂപ്പ് 1 എലമെന്റ്സിൽ നമുക്ക് ആൽക്കലി മെറ്റൽസിൽ ലിഥിയം ഒഴികെ ബാക്കിയുള്ള എല്ലാ മെറ്റൽസിന്റെയും നൈട്രേറ്റ്സ്, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം മെറ്റൽസിന്റെ നമുക്ക് നൈട്രേറ്റ്സ്, ദീസ് നൈട്രേറ്റ്സ് ഓൺ സ്ട്രോങ് ഹീറ്റിംഗ്, ഇതിനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുവാണെങ്കിൽ ദീസ് നൈട്രേറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു കറസ്പോണ്ടിങ് നൈട്രൈറ്റ്, അതിന്റെ നൈട്രൈറ്റുകളായിട്ട് മാറും. മെറ്റാലിക് നൈട്രൈറ്റ് വിത്ത് ദ ലിബറേഷൻ ഓഫ് ഓക്സിജൻ ഗ്യാസ്. അപ്പൊ ആൽക്കലി മെറ്റൽ നൈട്രേറ്റ്സ് എക്സെപ്റ്റ് ലിഥിയം നൈട്രേറ്റ് ഓൺ സ്ട്രോങ് ഹീറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു മെറ്റാലിക് നൈട്രൈറ്റ് വിത്ത് ദ ലിബറേഷൻ ഓഫ് ഓക്സിജൻ ഗ്യാസ്. ഇതാണ് ഒന്നാമത്തെ ഗ്രൂപ്പിലെ നമുക്ക് മെറ്റൽസിന്റെ നൈട്രേറ്റ്സിന്റെ ഡീകമ്പോസിഷൻ. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിൽ നമുക്ക് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആൻഡ് ലിഥിയം, ഒന്നാമത്തെ ഗ്രൂപ്പിലെ ലിഥിയവും രണ്ടാമത്തെ ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സിന്റെയും നൈട്രേറ്റ്സ്, ദീസ് നൈട്രേറ്റ്സ് ഓൺ സ്ട്രോങ് ഹീറ്റിംഗ്, ഇതിനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുവാണെങ്കിൽ ദീസ് ആർ കൺവേർട്ടഡ് ഇൻ ടു മെറ്റാലിക് ഓക്സൈഡ്. ആൽക്കലി മെറ്റൽസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഓക്സൈഡിന്റെ ജനറൽ ഫോർമുല MO എന്ന് എഴുതാം. മെറ്റലിന്റെയും ഓക്സിജന്റെയും ബാലൻസ് 2 ആണ്. നമുക്ക് ലിഥിയം ആകുമ്പോൾ നമുക്ക് അതിന്റെ മെറ്റാലിക് ഓക്സൈഡ് Li2O. അപ്പോൾ ഈ മെറ്റൽസിന്റെ നൈട്രേറ്റ്സിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മെറ്റാലിക് ഓക്സൈഡ് ആയിട്ട് മാറും വിത്ത് ലിബറേഷൻ ഓഫ്, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, NO2 ഗ്യാസ്. NO2 നമുക്കറിയാം ബ്രൗൺ കളേർഡ് ഗ്യാസ് ആണ്. നിങ്ങൾ പ്രാക്ടിക്കലിന് നൈട്രേറ്റിന്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ലിബറേറ്റ് ചെയ്യുന്ന NO2 ഗ്യാസ്, ബ്രൗൺ കളേർഡ് ഗ്യാസ് ആൻഡ് O2. ഇതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ നൈട്രേറ്റ്സിന്റെ ഡീകമ്പോസിഷൻ. അപ്പൊ ആൽക്കലൈ മെറ്റൽ നൈട്രേറ്റ്സിനെ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നൈട്രൈറ്റുകളായിട്ട് മാറും വിത്ത് ലിബറേഷൻ ഓഫ് ഓക്സിജൻ ഗ്യാസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആൻഡ് ലിഥിയം nitrates on strong heating converted into corresponding metallic oxide with the liberation of NO2, brown colored NO2 gas and oxygen gas. ഇനി മറ്റ് മെറ്റാലിക് നൈട്രേറ്റുകൾ എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് മോസ്റ്റ് ഓഫ് അതർ മെറ്റാലിക് നൈട്രേറ്റ്സ്, മിക്കവാറും മറ്റ് മെറ്റലുകളുടെ നൈട്രേറ്റ്സ് അണ്ടർഗോ ഡീകമ്പോസിഷൻ നമുക്ക് ജസ്റ്റ് ലൈക്ക് ആൽക്കലൈൻ എർത്ത് മെറ്റൽ നൈട്രേറ്റ്സ്. നമുക്ക് നമ്മൾ ഈ സെക്കൻഡ് ഗ്രൂപ്പിലെ മെറ്റാലിക് നൈട്രേറ്റുകൾ ഡീകമ്പോസ് ചെയ്യുന്നത് പോലെയാണ് മറ്റ് മിക്കവാറും മെറ്റൽസിന്റെ നൈട്രേറ്റുകൾ ഡീകമ്പോസ് ചെയ്യും. നമുക്ക് അത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് മെറ്റൽ ഓക്സൈഡും നമുക്ക് NO2 O2 ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ നമുക്ക് നൈട്രേറ്റ് ഓഫ് കോപ്പർ, സിങ്ക്, ലെഡ് ആൻഡ് അലൂമിനിയം, നമുക്ക് ഈ മെറ്റലുകളുടെ നൈട്രേറ്റ്സിന്, നൈട്രേറ്റ്സ് ഓഫ് കോപ്പർ, സിങ്ക്, ലെഡ് ആൻഡ് അലൂമിനിയം ഓൺ സ്ട്രോങ് ഹീറ്റിംഗ്, ഇതിനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് കറസ്പോണ്ടിങ് മെറ്റാലിക് ഓക്സൈഡ് പ്ലസ് NO2 പ്ലസ് O2.
നമുക്ക് അവിടെ നിന്ന് ബ്രൗൺ കളറുടെ NO2 ഗ്യാസും നമുക്ക് ഓക്സിജൻ ഗ്യാസും ഉണ്ടാകും. അപ്പൊ ഈ നൈട്രേറ്റുകൾ ഹീറ്റ് ചെയ്താലും നമുക്ക് അവിടെ നിന്ന് ബ്രൗൺ കളറുടെ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. നോക്കൂ, അടുത്തതായി നമ്മൾ പഠിക്കുന്നത് സിൽവർ നൈട്രേറ്റിന്റെയും മെർക്കുറിക് നൈട്രേറ്റിന്റെയും ഡീകമ്പോസിഷൻ ആണ്. നമുക്ക് സിൽവർ നൈട്രേറ്റിനെയും മെർക്കുറിക് നൈട്രേറ്റിനെയും നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുവാണെങ്കിൽ നോക്കൂ, ദീസ് നൈട്രേറ്റ്സ് ഓൺ സ്ട്രോങ് ഹീറ്റിംഗ്, ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നോക്കി ഇതുപോലെ മെറ്റാലിക് ഓക്സൈഡും NO2ഉം O2 ആണ് ഉണ്ടാവേണ്ടത്. പക്ഷെ നമുക്കറിയാം സിൽവറിന്റെയും മെർക്കുറിയുടെയും ഓക്സൈഡുകൾ തെർമലി ലെസ് സ്റ്റേബിൾ ആണ്. നമ്മുടെ എലിംഗൻ ഡയഗ്രം പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും മേളിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫ് സിൽവർ ഓക്സൈഡിന്റെയും മെർക്കുറിക് ഓക്സൈഡിന്റെയും ആണ്. നമുക്ക് എന്ന് പറഞ്ഞാൽ ആ മെറ്റാലിക് ഓക്സൈഡുകൾ തെർമലി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചറിൽ ആ മെറ്റാലിക് ഓക്സൈഡുകൾ നമുക്ക് ഡീകമ്പോസ് ചെയ്തിട്ട് മെറ്റലായിട്ട് മാറും. നമുക്ക് therefore silver nitrate and mercuric nitrate on strong heating give metallic silver or mercury plus NO2 gas plus O2. അപ്പൊ നമുക്ക് മിക്കവാറും മെറ്റാലിക് നൈട്രേറ്റുകളെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ബ്രൗൺ കളറുടെ NO2 ഗ്യാസും നമുക്ക് O2 ഗ്യാസും ലിബറേറ്റ് ചെയ്യും. അവസാനമായി നമ്മൾ അമോണിയം നൈട്രേറ്റിന്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ കൂടിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അമോണിയം നൈട്രേറ്റ് ഒരു മെറ്റാലിക് നൈട്രേറ്റ് അല്ല. നമുക്ക് അതിന്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇങ്ങനെയാണ്. അമോണിയം നൈട്രേറ്റിനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇങ്ങനെയാണ്. നമുക്ക് ഈ അമോണിയം നൈട്രേറ്റിലുള്ള മുഴുവൻ ഹൈഡ്രജൻ, നമുക്ക് ഈ 4 ഹൈഡ്രജൻ 2 ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് 2 മോളിക്യൂൾ വാട്ടർ ആവും. പിന്നെ ബാക്കി ഉണ്ടാവുക നമുക്ക് 2 നൈട്രജനും 1 ഓക്സിജനും. നമുക്ക് 2 നൈട്രജനും ഇവിടെ ബാക്കി 1 ഓക്സിജനും. ഇതിനെ നമ്മൾ നൈട്രസ് ഓക്സൈഡ് എന്ന് വിളിക്കും. നൈട്രസ് ഓക്സൈഡ്. ഈ നൈട്രസ് ഓക്സൈഡ് ഒരു ന്യൂട്രൽ ഓക്സൈഡ് ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നൈട്രസ് ഓക്സൈഡിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. അമോണിയം നൈട്രേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ് N2O ഉണ്ടാക്കുക. ഇനി നോക്കി, ഈ അമോണിയം നൈട്രേറ്റിന്റെ ഡീകമ്പോസിഷൻ പോലെയാണ് അമോണിയം നൈട്രൈറ്റിന്റെയും ഡീകമ്പോസിഷൻ. അമോണിയം നൈട്രൈറ്റിന്റെ ഫോർമുല NH4NO2. സിമിലർ ഡീകമ്പോസിഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ റിയാക്ഷൻ ഇവിടെ എഴുതുന്നത്. നമുക്ക് ഇവിടെയുള്ള 4 ഹൈഡ്രജനും ഈ 2 ഓക്സിജനുമായിട്ട് 2 മോളിക്യൂൾ വാട്ടറിനെ എലിമിനേറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് N2 ഗ്യാസ് ആണ് ഉണ്ടാവുക. N2 ഇവിടെ ആകുമ്പോൾ 1 ഓക്സിജൻ കൂടുതലുണ്ട്, അപ്പോൾ N2O കിട്ടും. ഇവിടെ ആകുമ്പോൾ നമുക്ക് N2 നൈട്രജൻ ഗ്യാസ്. നൈട്രജന്റെ ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ കൂടിയാണ്. നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ച നൈട്രേറ്റിന്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഞാനിവിടെ ബ്രീഫ് ചെയ്ത് എഴുതാൻ പോവാണ്. നമുക്ക് ശ്രദ്ധിച്ചിരിക്കും. നമുക്ക് അതിൽ ഒന്നാമത്തേത് ഗ്രൂപ്പ് 1 നൈട്രേറ്റ്സ്, ആൽക്കലി മെറ്റൽ നൈട്രേറ്റ്സ്. ആൽക്കലി മെറ്റൽ നൈട്രേറ്റ്സ് നമുക്ക് എക്സെപ്റ്റ് ലിഥിയം നൈട്രേറ്റ്. ലിഥിയം നൈട്രേറ്റ് ഒഴികെയുള്ള ബാക്കിയുള്ള നൈട്രേറ്റ്സിനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്താൽ അത് കറസ്പോണ്ടിങ് നൈട്രൈറ്റുകളായിട്ട് മാറും വിത്ത് ദ ലിബറേഷൻ ഓഫ് ഓക്സിജൻ ഗ്യാസ്. ഹിയർ M is equal to സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, നമുക്ക് സീഷ്യം. നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ഗ്രൂപ്പ് 2 നൈട്രേറ്റ്സ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽ നൈട്രേറ്റ്സ് ആൻഡ് ലിഥിയം നൈട്രേറ്റ്. നമുക്ക് ഈ നൈട്രേറ്റ്സിനെ ഹീറ്റ് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് മെറ്റാലിക് ഓക്സൈഡ്, ലിഥിയം ആകുമ്പോൾ ലിഥിയത്തിന്റെ ഓക്സൈഡ് Li2 പ്ലസ് ബ്രൗൺ കളറുടെ NO2 ഗ്യാസ് പ്ലസ് O2. നോക്കിപ്പോൾ നമ്മൾ രണ്ടാമത് എഴുതിയ പോലെയാണ് മിക്കവാറും നമുക്ക് നൈട്രേറ്റുകളുടെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. നമുക്ക് ഫോർ എക്സാമ്പിൾ കോപ്പർ, സിങ്ക്, നമുക്ക് ലെഡ്, അലൂമിനിയം നൈട്രേറ്റ്സ്. ഇതിനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് നമുക്ക് ഓക്സൈഡ്, ആ മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്യും പ്ലസ് NO2 പ്ലസ് O2. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റ്, നമ്മൾ സിൽവർ നൈട്രേറ്റും മെർക്കുറിക് നൈട്രേറ്റും HgNO3 ട്വൈസ്
ഇതിന്റെ ഡീകമ്പോസിഷനും നോക്കി ഇതുപോലെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ മെറ്റാലിക് ഓക്സൈഡുകൾ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് മെറ്റലായിട്ട് മാറും. സിൽവർ ഓർ മെർക്കുറി പ്ലസ് NO2 പ്ലസ് O2. നോക്കി ലാസ്റ്റിൽ നമ്മൾ പഠിച്ചു നോക്കാം അമോണിയം നൈട്രേറ്റ്. Ammonium nitrate on strong heating eliminates 2 molecules of water and N2O. നമുക്ക് 2 മോളിക്യൂൾ വാട്ടറും നൈട്രസ് ഓക്സൈഡും ഫോം ചെയ്യും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള NCERT ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ചില നൈട്രേറ്റുകളുടെ നമുക്ക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇതുപോലെ ഓരോ ക്വസ്റ്റ്യന്റെയും ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷനാണ് ഈ സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായെന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നമ്മൾ ഈ സീരീസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക് യു.